എന്താണ് റിച്ച്നെസ്? പറഞ്ഞു. ബിസിനസ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കിക്കൊണ്ടേ. എന്താണ് റിച്ച്നെസ്? ആർക്കും പങ്കെടുക്കാം കണ്ടസ്റ്റില്. പൈസ വന്നുകൊണ്ടേയിരിക്കുന്ന ബിസിനസ്. അഞ്ചാച്ചാറിനോട് മാത്രമല്ല, ആർക്കും പങ്കെടുക്കാം. എന്താണ് റിച്ച്നെസ്? ലോസിനെ ഭയക്കാതിരിക്കുക. എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞേ. എന്താണ് റിച്ച്നെസ്? ആവശ്യത്തിൽ കൂടി ഉണ്ടാകുന്നു. വീണ്ടും ചോദ്യം, വീണ്ടും കാരണം ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വേറെ ഒന്നുണ്ടല്ലോ, ഉത്തരം കിട്ടാനിട്ടൊന്നുമില്ല. അതായത് ആകെ 3-4 പേരെ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുണ്ട് 10-40 പേര് ഇരിക്കുകയാണ്. നമ്മൾ എന്താ ആഗ്രഹിക്കുന്നോ അത് നമുക്ക് കരസ്ഥമാക്കാനുള്ള സാമ്പത്തികം നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരവസ്ഥയെ. ഇനിയും ആർക്കൊക്കെ ഉണ്ട് അഭിപ്രായങ്ങൾ? പോരട്ടെ. എല്ലാ രീതിയിലുമുള്ള പുരോഗതി. ആരും മൈൻഡ് സെറ്റ് റിച്ച് ആവുന്ന പറഞ്ഞു, അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ആരും പറഞ്ഞു മൈൻഡ് സെറ്റ് റിച്ച് ആവുന്നതാണ്, അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് മൈൻഡ് സെറ്റ്, എന്താണ് മൈൻഡ് സെറ്റ് റിച്ച് ആവുക എന്നുള്ളത് ഉദ്ദേശിച്ചത്? നിങ്ങൾ വൈകുമ്പോൾ ഞാനും വൈകിട്ടോ. അല്ല, മൈൻഡ് സെറ്റ് റിച്ച് ആവുക എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ചിന്താഗതി ആ രീതിയിലായിരിക്കണം. റിച്ച് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ലോസിലേക്ക് പോകുമോ, കിട്ടിയ പ്രോഫിറ്റ് പോകുമോ, അതേപോലെ എല്ലാ നമ്മുടെ ആക്ടിവിറ്റീസും മറ്റ് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, റിച്ച് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക. അപ്പൊ അത് താനേ വന്നോളൂ. എനിക്കങ്ങനെ ഇന്ന് അനുഭവപ്പെട്ടു. എല്ലാവരും എത്രയെങ്കിലും പോരട്ടെ. നമുക്ക് ഭയമില്ലാതെ പണം ചെലവഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ഭയമില്ലാതെ പണം ചെലവഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ഞാൻ പറയുകയാണെങ്കിൽ പണം ഉണ്ടെന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുക, പണം ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ മീൻസ് റിച്ച് ആയിട്ട് എപ്പോഴും ആക്ട് ചെയ്ത് പോകാവുന്ന രീതിയിലേക്ക്, ദാരിദ്ര്യം പറയാതെ പോണ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ ആ മൈൻഡ് സെറ്റ് മാറും. എന്താണ് റിച്ച്നെസ് എന്നാണ് ചോദ്യം. നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പുകളിൽ ഒന്നാണ് ഇത്. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. എപ്പോഴും ഒരു കാഴ്ചപ്പാടിൽ എപ്പോഴും ഒരു സമ്പന്ന സ്ഥിതി നമ്മൾ മൈൻഡ് കൊടുക്കുക. ഞാൻ ഒരു ഹാപ്പിയാണ് അല്ലെങ്കിൽ സമ്പന്നനാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് അതിനൊരു സൊല്യൂഷൻ. എല്ലാത്തിലും ഒരു ദാരിദ്ര്യം പറയാതെ അതില്ല ഇതില്ല, എവിടെയും നമ്മൾ ആ ഒരു സമ്പന്നതയുടെ ഇത് കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. ഒരിക്കലും ഇല്ലായ്മയിൽ നമ്മൾ ഒരിക്കലും ഫോക്കസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വളരെ നല്ല, വളരെ ഗുഡ്. വേറെ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ പറയാനുള്ള ഈ ഒരു കാര്യത്തില്? എന്താണ് റിച്ച്നെസ്? സാറേ, നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകുന്ന ഇതാണ്. സാമ്പത്തിക ആവശ്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകും. അതെ, ലാവിഷായിട്ടല്ലേ സാറേ? അതെ, ലാവിഷായിട്ട് നിറവേറ്റാൻ കഴിയും. മാത്യു സാറ് തിരുത്തി, അല്ലെങ്കിൽ ഞാനിപ്പോ സാർ, ആശങ്കയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ. ഇനിയും അതിന്റെ വിശദീകരണങ്ങൾ, എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്. സാറേ, ഇവര് പറയുന്നതിന് കമന്റ് പറയാനാണ് എനിക്ക് തോന്നുന്നത്. അതല്ല, സ്റ്റോക്ക് മാർക്കറ്റ് വന്നില്ലല്ലോ, ആശങ്കയില്ല ജീവിക്കത്തില്ലേ. സാമ്പത്തിക സ്വാതന്ത്ര്യം, മൈൻഡിലും വെൽത്തിലും സംതൃപ്തി ഉള്ളതിൽ തൃപ്തിയാവുക എന്നുള്ള ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണോ റിച്ച്നെസ്? അല്ലെ, റിച്ച്നെസ് ആവശ്യം മാത്രമല്ല, ആവശ്യമല്ല. അല്ല, റിച്ച്നെസ് ആവശ്യം എന്ന് പറയുന്നത് ചെറിയ പരിമിതമല്ലേ സാർ? അതല്ല, നമുക്ക് എല്ലാവർക്കും റിച്ച്നെസ് എന്നുള്ള ഫീൽ, അതല്ലെങ്കിൽ റിച്ച്നെസ് ആവശ്യമാണ് സാറേ. ആ ഫീലിംഗ് ആവശ്യമാണ് അല്ലെ, ആ അവസ്ഥയും ആ ഫീലിംഗ് ഒക്കെ ആവശ്യമാണ് നമുക്ക് എല്ലാവർക്കും. അതിനാണല്ലോ നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കയറിയതും ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഫീലിംഗ് പോരാ, റിച്ച്നെസ് ആവണം. അപ്ലൈ ചെയ്താൽ മതി, പ്രവർത്തിക്കുക. അവിടെയാണ് പ്രശ്നം മുഴുവൻ കിടക്കുന്നത്. അതായത് ഫീല് വരുമ്പോഴേ പ്രവൃത്തി വരും. ഫീൽ ഇല്ലാത്തടത്തോളം നമുക്ക് പ്രവൃത്തി വരില്ല. എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഒരു സർവീസ് പർച്ചേസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിലും അത് വില കൂടുതലാണോ, ഇത്രയും വില കൊടുത്ത് വാങ്ങേണ്ടി വരുമോ എന്നുള്ള ചിന്ത എപ്പോ നമ്മളിൽ ഉദിക്കുന്നോ അത് നമ്മളുടെ റിച്ച്നെസ്സിന് എതിരാണ്, റിച്ച്നെസ് ഫീലിനെതിരാണ്. ഒരു പ്രൊഡക്റ്റ്, ഒരു സർവീസ് എന്തുമാണ് നമുക്ക് ആവശ്യമുള്ളതാണ്, എന്നാൽ അത് വാങ്ങുമ്പോൾ ഇത്രയും വില ഇതിനുണ്ടോ, അതല്ലെങ്കിൽ ഇപ്പൊ ഇത് ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചിന്ത വരുന്നത് പോലും റിച്ച്നെസ് എന്ന ഫീലിനെതിരാണ്. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇപ്പൊ വരാറുണ്ട്. സാർ, ഞാൻ നേരത്തൊക്കെ അങ്ങനെ ചെയ്യും, ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. കാരണം എനിക്കൊരു ആവശ്യമായിട്ടുള്ള സാധനമാണെങ്കിൽ അത് എന്ത് വില കൊടുത്തും അത് ഞാൻ വാങ്ങിക്കും. ഒരിക്കലും ആ ഒരു ബാർഗിങ്ങോ കാര്യങ്ങളോ ചെയ്യാറില്ല. എനിക്ക് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പറയുന്ന രീതിയിലുള്ള പണം കൊടുത്ത് ഞാനത് ഉപയോഗിക്കും. അത് ഒത്തിരി എനിക്ക് അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ, ആ ഒരു കാര്യങ്ങളിൽ. കാരണം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതിനകത്ത്. കാരണം അത് കൂടുതലായോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല നമ്മൾ അവിടെ ചിന്തിക്കുന്നത്. നമുക്കത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് തീർച്ചയായിട്ടും. കാരണം അവിടെ ബാർഗിങ് ഇല്ല. ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ശരി, അല്ലെങ്കിൽ ഒരു പച്ചക്കറി കടയിൽ പോയാലും ശരി,
നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ട് അവർ പറയുന്ന പൈസ കൊടുക്കുക. അപ്പൊ അതിൽ കിട്ടുന്ന നമുക്കൊരു ഒരു സംതൃപ്തി തന്നെയാണ്. അവിടെ കൂടുതലായിരുന്നോ കുറവായിരുന്നോ ഒന്നും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ഓക്കെ, അതായത് ജസ്റ്റ് ജീവിതത്തിൽ എല്ലാ മേഖലയും അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ഒട്ടുമിക്കവരുടെ അഭിപ്രായങ്ങളും ഏകദേശം കറക്റ്റ് ആണ്. എന്തായത് റിച്ച്നെസ് എന്നുള്ള വാക്കില് ആ ഒരു വാക്കിന്റെ അർത്ഥമല്ല നോക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കേണ്ടത് എന്നുള്ള ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞ 90% ഉത്തരങ്ങളും കറക്റ്റ് ആണ്. അത് അതുമായിട്ട് യോജിക്കുന്ന സാധനം തന്നെയാണ്. അതിനേക്കാൾ ഉപരി റിച്ച്നെസ് എന്ന ഒരു ഫീലിലേക്ക് നമ്മൾ എത്താനുള്ള ഫസ്റ്റ് കാര്യത്തിലേക്കാണ് പോകുന്നത്. അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ നിർവചിച്ച് കാണും. അടുത്തൊരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ എന്ത് നേടണം, ഇപ്പൊ എവിടെ നിൽക്കുന്നു, എന്ത് നേടണം, അതിനെ എങ്ങനെ മാറണം എന്നുള്ള ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു.